എക്സാലോജിക് കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് വളരെ കരുതലോടെ മുന്നോട്ടു പോവുകയാണ് CPM. കാരണം തിരുവനന്തപുരത്ത് സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത, തിരുവനന്തപുരം മോഡൽ ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ ജാഗ്രതയിലാണ് CPM. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം കോഴിക്കോട് CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട റെയ്ഡ് തുടങ്ങിയത്. ചൊവ്വാഴ്ച രാത്രി 8:45 ക്യാപിറ്റൽസ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് ഉടമ വാരിഷ് കളത്തിങ്ങലിന്റെ ഫറോക്ക് ചുങ്കത്ത് വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങുകയായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിലിന്റെ ഫറോക്കിലെ വീട്ടിലാണ് ED ആദ്യം എത്തിയത്. നിഖിൽ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതോടെ 8 മണിയോടെ കോഴിക്കോട് അശോകപുരം ഫ്ളാറ്റിലേക്ക് തിരിച്ചു. മകനുമായി മലാപ്പറമ്പിലെ ആശുപത്രിയിലായിരുന്ന നിഖിലിനെ ED സംഘം അവിടെ എത്തി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. നിഖിലിന്റെ ഫ്ളാറ്റിൽ 9 മണിക്ക് തുടങ്ങിയ പരിശോധന വൈകിട്ട് 7 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. മണിക്കൂറുകളോളം നിഖിലിനെ ഫ്ളാറ്റിൽ വെച്ച് ED ചോദ്യം ചെയ്തു. ബാങ്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുമായാണ് ED സംഘം എത്തിയത്. റെയ്ഡ് അവസാനിക്കുന്നതിന് മുൻപ് മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ കൂടി നിഖിലിന്റെ വീട്ടിലെത്തി. CPM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്, KM സച്ചിൻ ദേവ്, DYFIയുടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ ചുരുക്കം ചില നേതാക്കൾ നിഖിലിന്റെ ഫ്ളാറ്റിൽ എത്തി മടങ്ങിയെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെയുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയില്ല. തിരുവനന്തപുരത്ത് EDക്കെതിരെയുണ്ടായ അക്രമം തിരിച്ചടിയായതോടെ കോഴിക്കോട് മുതലക്കുളത്ത് നിന്നും മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ പ്രകടനത്തിൽ മാത്രം പ്രതിഷേധം ഒതുക്കി. പ്രവർത്തകരും കൂടുതൽ നേതാക്കളും ഈ ഭാഗത്തേക്ക് വരാതിരിക്കാനും നേതാക്കൾ ജാഗ്രത പുലർത്തി. റെയ്ഡിന് ഒരിടത്തും പോലീസിന്റെ സഹായം തേടിയില്ല. അതുകൊണ്ട് പോലീസ് സംരക്ഷണവും ഒരുക്കിയില്ല. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് നിരീക്ഷിക്കാൻ പോലും പോലീസ് എത്തിയിരുന്നില്ല. കേന്ദ്രസേനയുടെ സംരക്ഷണത്തിലായിരുന്നു റെയ്ഡ്. റെയ്ഡ് പൂർത്തിയാക്കി ED സംഘം മടങ്ങിയിട്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിഖിലും തയ്യാറായില്ല. CPM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നാണ് സൂചന. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നും കൂടുതലൊന്നും വിശദീകരിക്കാൻ കഴിയില്ലെന്നും DYFI വെസ്റ്റ് ഹിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി നന്ദുലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നന്ദുലാലിന്റെ എടക്കാട് സരോവരത്തെ CKC ഡെന്റലിന്റെ ഓഫീസ്, ഉടമ ഷൈജലിന്റെ പൊറ്റമ്മലിലെ ഫ്ളാറ്റ്, കാരപ്പറമ്പിലെ ഫെബിഷ് മുഹമ്മദിന്റെ വീട്, പന്തീരങ്കാവിലെ ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് എന്നിവിടങ്ങളിലെ റെയ്ഡ് 4 മണിയോടെ അവസാനിച്ചിരുന്നു. നിഖിലിന്റെയും വാരിഷ് കളത്തിങ്ങലിന്റെയും വീട്ടിലെ റെയ്ഡ് മാത്രമാണ് നീണ്ടുപോയത്. ED സംഘം രാവിലെ എത്തിയപ്പോൾ വാരിഷ് കളത്തിങ്ങൽ ജിമ്മിലായിരുന്നു. വാരിഷിനെയും രാവിലെ ED സംഘം കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു.